ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ട്രെൻഡ് അനുസരിച്ചാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോക്കെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 സീറ്റെങ്കിലും BJP പിടിക്കില്ലേ? നിലവിലെ സാഹചര്യത്തിലാണെങ്കിൽ അങ്ങനെ പോകുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോൺഗ്രസ് സീറ്റ് പിടിക്കുന്നുണ്ട്, കോൺഗ്രസ് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് കുറയും. അതെ അതെ, അത് ഉറപ്പാണല്ലോ. ഉറപ്പാണ്. കാരണം രണ്ടുപേരും കിട്ടാവുന്ന ഏതാണ്ട് ഒരേ സ്ഥലത്തു നിന്നാണ്, ഒരേ വിഭാഗങ്ങളാണ്. പിന്നെ ആ വോട്ട് ഷെയർ ഏതാണ്ട് ഒരേപോലെയാണ്. ആ വോട്ട് ഷെയർ കോൺഗ്രസ് 2 സീറ്റിലേക്ക്, അതായത് കഴിഞ്ഞ തവണ 0 62 8 ആം ആദ്മി പാർട്ടി 62, BJP 8, കോൺഗ്രസ് 0. ഇത്തവണ കോൺഗ്രസ് 2ലേക്ക് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായും. അതായത് അതിലൊരു പ്രധാനപ്പെട്ടതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസ് 2 സീറ്റുകളിൽ ലീഡ് ഉയർത്തുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന് 2 സീറ്റുകളിൽ ലീഡ് ഉയർത്താൻ കഴിയുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുള്ള കാര്യമാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിലൊരു നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് കോൺഗ്രസ് അവിടെ 5 6 സീറ്റുകളാണ് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത്. ഇതിനൊപ്പം തന്നെ ഈ ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ അപ്ഡേറ്റുകൾ വരുന്നുണ്ടോ ന്യൂഡൽഹിയിൽ നിന്ന്? നിലവിലെ സാഹചര്യത്തിൽ നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നത് അവിടെ ആം ആദ്മി പാർട്ടി പിന്നിലാണ് എന്ന് തന്നെയാണ്. അതായത് ആ മാറ്റം, അതായത് നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റങ്ങളില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരു കാര്യം കൂടിയുള്ളത്, 19 സീറ്റുകളിലേക്ക് BJP ലീഡ് ഉയർത്തി എന്നുള്ളതാണ്. 19 സീറ്റുകളിലേക്ക് BJP ലീഡ് ഉയർത്തിയിരിക്കുന്നു. 10 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് BJP ഒരു വശത്തൂടെ അവർ 20ലേക്ക് കടക്കുന്നു. അതായത് കുറെ കൂടി വ്യക്തമായൊരു ലീഡിലേക്ക് BJP മാറുന്നു എന്നുള്ള സൂചന ഈ ഘട്ടത്തിൽ തരുന്നുണ്ട്. അതായത് കോൺഗ്രസ് 2 സീറ്റിലേക്ക് മാറുന്നു. ആ 2 സീറ്റ് സ്വാഭാവികമായും കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടിയുടെ. ശരത്ലാൽ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ശരത്ത്, ഈ വോട്ടെണ്ണൽ അരമണിക്കൂറിലേക്ക് പോകുമ്പോൾ BJPക്ക് ആശ്വാസമാണ്. 19-10 ഇതിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. നിലവിലെ വോട്ടെണ്ണൽ ഏത് തരത്തിലാണ്? നമുക്ക് വരുന്ന ഏറ്റവും പുതിയ ഫലസൂചനകൾ, ഒപ്പം തന്നെ ന്യൂഡൽഹി മണ്ഡലം ഏറ്റവും ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ, എവിടെ നിന്നുള്ള എന്തെങ്കിലും അപ്ഡേറ്റുകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടോ? ശ്രീലക്ഷ്മി, അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു വസതിക്ക് മുമ്പിലാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയും പറഞ്ഞ് നമ്മൾ ആം ആദ്മി പാർട്ടി ഓഫീസിന്റെ തൊട്ടു പിന്നിൽ തന്നെയാണ് കെജ്രിവാൾ താമസിക്കുന്ന 5-ാം ഫിറോസ് ഷാ റോഡ്. അവിടെ ഇപ്പോൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. ഏതായാലും കെജ്രിവാൾ പിന്നോട്ട് പോയത് എല്ലാവരുടെയും മുഖത്ത് മ്ലാനത പരത്തിയിട്ടുണ്ട്. ഏതായാലും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം വരുമ്പോൾ ഇത് തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടി. ഏതായാലും ഇതൊരു ട്രെൻഡായി നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ, നേരത്തെ ലിജോവും അതേപോലെ ശ്രീജിത്തും പറഞ്ഞ പോലെ തന്നെ 50ലേക്ക് BJP എത്തും, 50 കടക്കും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വിലയിരുത്തേണ്ടി വരും. ഏതായാലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് BJP ഇപ്പോൾ 34 മണ്ഡലങ്ങളെ ബലസൂചകയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ BJP പൂർണ്ണമായി ഒരു മുൻതൂക്കമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ. ഇപ്പോൾ പോസ്റ്റൽ വോട്ടാണെങ്കിൽ പോലും പോസ്റ്റൽ വോട്ടും ഈ അരമണിക്കൂറിനുള്ളിൽ എണ്ണിത്തീർന്നു കഴിഞ്ഞു ചില മണ്ഡലങ്ങളിൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. ന്യൂഡൽഹി മണ്ഡലത്തെ സംബന്ധിച്ചോളം പോസ്റ്റൽ വോട്ടിന്റെ കാര്യത്തിൽ കെജ്രിവാൾ പിറകിലാണ്. പർവേഷ് വർമ്മക്കാണ് പോസ്റ്റൽ വോട്ടുകൾ മുൻതൂക്കം എന്ന് വ്യക്തമായിട്ടുണ്ട്. അതേപോലെ കാൽക്കാജിയിലും അതേപോലെ ജംഗ്പുര എന്ന ഏരിയയിലൊക്കെ ജൻപുരയും കാൽക്കാജിയും ഉദ്യോഗസ്ഥന്മാർക്ക് സ്വാധീനമുള്ള മേഖലകളല്ല എന്നും കൂടി നമുക്ക് മനസ്സിലാക്കണം. ഏതായാലും അത് ആം ആദ്മി പാർട്ടിയുടെ 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് ജംഗ്പുര, അതേപോലെ തന്നെ കാൽക്കാജി, പിന്നെ പട്പട്ഗഞ്ച് ഒഴിവാക്കിയിട്ടാണ് മനീഷ് സിസോഡിയ ഏറ്റവും സ്ട്രോങ് ആയ അല്ലെങ്കിൽ ജൻപുരയിലേക്ക് മാറിയത് എന്ന് ഇക്കാര്യത്തിൽ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഈ സമയത്താണ് അദ്ദേഹം അവിടെ പിന്നിലേക്ക് പോകുന്നത് എന്നത് ഒരു ട്രെൻഡായി തന്നെ നമ്മൾ വിലയിരുത്തേണ്ടി വരും സേതുലക്ഷ്മി. ഏതായാലും ആം ആദ്മി പാർട്ടി ഓഫീസിൽ ഒരു മ്ലാനതയുണ്ട്. കാരണം ഈ 3 പേരും, അതായത് പ്രധാനപ്പെട്ട കെജ്രിവാൾ തന്നെ പോസ്റ്റൽ വോട്ടിൽ പിറകിലായി എന്നത് വളരെ ഒരു മ്ലാനത പരത്തിയിട്ടുണ്ട് ആം ആദ്മി പാർട്ടി ഓഫീസിൽ. എന്നാലും ആം ആദ്മി പാർട്ടി വാറുമൂരിൽ പറയുന്നത് നമ്മൾ തിരിച്ചു വരുമെന്ന് തന്നെയാണ്. പോസ്റ്റൽ വോട്ട് ഒഴിവാക്കിയാലും സാധാരണക്കാരുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എണ്ണം തുടങ്ങുമ്പോൾ തങ്ങൾ തിരിച്ചു വരും എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടി ഇപ്പോഴും ഈ തുടക്കത്തിലും വിശ്വസിക്കുന്നുണ്ട്. ഏതായാലും കെജ്രിവാൾ പിറകോട്ട് പോയത് വലിയ ഒരു തിരിച്ചടി പോലെ ആദ്യഘട്ടത്തിലെങ്കിലും കെജ്രിവാൾ തന്നെ പിറകോട്ട് പോയത് ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ മുഖത്ത് മ്ലാനത പരത്തി കഴിഞ്ഞു. സേതുലക്ഷ്മി, ശരി ശരത്തിലേക്ക് മടങ്ങി വരാം. ലിജോയും ശ്രീജിത്തും ഉണ്ട്. ലിജോ, ശ്രീജിത്ത്, ഈ 23-13 13-23 ഒരു ഘട്ടത്തിൽ ഈ ഗ്യാപ്പ് കുറച്ച് വരുന്നുണ്ടായിരുന്നു ആം ആദ്മി പാർട്ടി. പക്ഷേ ഇപ്പോ 10ഓളം ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലേ?
തീർച്ചയായും അതായത് ഇപ്പോൾ 40 മണ്ഡലങ്ങളുടെ ഫലസൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഏറ്റവും പ്രധാനമായി ന്യൂഡൽഹി അടക്കമുള്ള മേഖലകളിലെ 40 മണ്ഡലങ്ങൾ 40 മണ്ഡലങ്ങളുടെ ഫലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ 40 മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ 23 അല്ലെങ്കിൽ 10 സീറ്റുകളിലേക്ക് ആം ആദ്മി പാർട്ടിയും 23 സീറ്റുകളിലേക്ക് ബി ജെ പി ക്രമാനുഗതമായ ലീഡ് ഉയർത്തുകയാണ്. നമ്മൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞ പോലെ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമല്ല. ഇപ്പോൾ ബി ജെ പിക്ക് പിന്നിൽ ആം ആദ്മി പാർട്ടിയും അതോടൊപ്പം തന്നെ 2 സീറ്റുകളിൽ കോൺഗ്രസും. ആ 2 സീറ്റുകളിൽ കോൺഗ്രസ് എന്നുള്ളത് വളരെ നിർണായകമായ കാര്യമാണ്. ഒരുപക്ഷെ ഇനി അതിഷിയും അരവിന്ദ് കെജ്രിവാളും രണ്ടുപേരും പിന്നിൽ നിൽക്കുന്നത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഒരു ശുഭ സൂചനയാണോ? ഒരിക്കലുമല്ല ലിജോ. ഇത് സ്വാഭാവികമായും ശുഭസൂചന എന്നതിനപ്പുറത്തേക്ക് ഒരു ഏതാണ്ട് അരവിന്ദ് കെജ്രിവാളിനോടും അതിഷി സിംഗിനോടും അതോടൊപ്പം തന്നെ മനീഷ് സിസോദിയോടും ഒക്കെ ഉള്ളൊരു നിലപാടിൽ നേരത്തേക്കാൾ ഒരു മാറ്റം ഡൽഹിയിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു അല്ലെങ്കിൽ വോട്ടിംഗ് ഇപ്പോഴത്തെ ലീഡ് നില കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ 24 സീറ്റുകളിൽ ബി ജെ പി ലീഡ് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ബി ജെ പി കുറെ കൂടി അവരുടെ നില മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടി പിന്നാലെ വരുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. 2015-ലും 2013-ലും 2020-ലും ഉണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല. ആം ആദ്മി പാർട്ടി വളരെ വേഗത്തിൽ പോസ്റ്റൽ വോട്ടുകൾ മുതൽ തന്നെ ലീഡിലേക്ക് വരുന്ന ഒരു സമയത്താണ് അതിൽ നിന്ന് പിന്നിലേക്ക് പോകുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇപ്പോഴും ഒരു തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ ആം ആദ്മി പാർട്ടിക്കുണ്ട്. അത് അവരുടെ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്ക് വോട്ടെണ്ണി എത്തുമ്പോഴേക്കും അവർക്ക് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന അവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പോലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് ആദ്യ മണിക്കൂർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ആദ്യത്തെ അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ ബി ജെ പി അവരുടെ ഒരു വ്യക്തമായ ഒരു ലീഡിലേക്ക് നിൽക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വളരെ പ്രകടമാണ്, വ്യക്തമാണ്. അതായത് കെജ്രിവാളിനോട് ഡൽഹിക്ക് സ്നേഹം കുറയുന്നുണ്ട് എന്നുള്ളത് പോസ്റ്റൽ വോട്ട് തന്നെ വ്യക്തമാണ്. അത് ഒരുപക്ഷെ ബജറ്റിന്റെ മാത്രം സ്വാധീനമായിരിക്കില്ല. അല്ല സ്വാഭാവികമായും കഴിഞ്ഞ ഒരു 1.5 വർഷത്തോളമായിട്ടുള്ള ഒരു എപ്പിസോഡ് അതിനിടയ്ക്ക് ഒരു കാര്യം, ഈ രജൌരിയിൽ സർസ അമിത്ഷാ കൈ പിടിച്ചുയർത്തി റാലി നടത്തിയ രജൌരിയിൽ സിഖ് വിഭാഗത്തിന്റെ പിന്തുണ സർസയ്ക്കൊപ്പമാണ്. സർസ ലീഡ് ചെയ്യുന്നു. അതെ, തീർച്ചയായും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് ഈ മാനേജ്മെന്റ് എല്ലാ മേഖലകളിലും, അതായത് ചില മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ പോലും ബി ജെ പിക്ക് ലീഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്. അതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ബി ജെ പിയുടെ കൃത്യമായിട്ടുള്ള പ്രചാരണമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അവിടെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മത്സരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അല്ലെങ്കിൽ അവർക്ക് വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്. അവിടെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികളുണ്ട്. സ്വാഭാവികമായും ഈ വോട്ട് അവിടെ സ്പ്ലിറ്റ് ആവുകയും ബി ജെ പിക്ക് അവിടെ ഈസിയായി മാനേജ് ചെയ്ത് മുമ്പോട്ട് വരാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതിഷിക്കും പിന്നെ കെജ്രിവാളിനും ഒക്കെ എതിരെ കോൺഗ്രസ് അവർക്ക് പറ്റാവുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സ് നിർത്തിയിട്ടുള്ളത്. അൽക്കാലാംബയാണ് അതിഷിക്കെതിരെ നിൽക്കുന്നത്. സ്വാഭാവിക വോട്ട് പിടിക്കാൻ പറ്റുന്ന ആളാണ്. ഒരുപക്ഷെ കോൺഗ്രസിന് തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി നിൽക്കുന്ന ഒരാളാണ് അൽക്കാലാംബ. അവർക്ക് വോട്ട് പിടിക്കാൻ അവരുടേതായ വോട്ടുകൾ അവർ പിടിച്ചാൽ സ്വാഭാവികം അതിഷിക്ക് അവിടെ താഴെ പോവാതെ വേറെ നിവൃത്തിയില്ല. ആ തരത്തിലേക്ക് കാര്യങ്ങൾ അവിടെ മാറും. കോൺഗ്രസ് ചെയ്ത പ്രവൃത്തി പിന്നെ ശരിക്കും ഗുണമായത് ബി ജെ പിയിലേക്കാണ്. അതെല്ലാ കാലത്തും അങ്ങനെയാണ്. അത് ഇവിടെ മാത്രമല്ല, പലയിടത്തും. അതുകൊണ്ട് കഴിഞ്ഞ ഹരിയാന തെരഞ്ഞെടുപ്പിൽ നമ്മൾ അത് കണ്ടതാണ്. അതായത് സഖ്യം ഉണ്ടാക്കാതിരിക്കുക, ആം ആദ്മി പാർട്ടിയോ സമാജ്വാദി പാർട്ടിയോ മറ്റ് പാർട്ടികളെ ഒന്നും അല്ലെങ്കിൽ അംബേദ്കറിസ്റ്റുകളായിട്ടുള്ള ആളുകളുടെ പാർട്ടികളെ ഒന്നും കൂടെ ചേർക്കാതെ അവർ ഒറ്റയ്ക്ക് മത്സരിക്കുകയും അവിടെ വളരെ നാരോ എന്ന നിലയ്ക്ക് വളരെ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച് അത്രത്തോളം ജനരോഷം ഉണ്ടായിരുന്ന ബി ജെ പിക്കെതിരെ ജനരോഷം ഉണ്ടായിരുന്നത് വളരെ സിമ്പിളായി ബി ജെ പിക്ക് ജയിച്ചു കയറാൻ കഴിയും എന്ന് പറയുന്ന സമാനമായ സാഹചര്യം മറ്റൊരു തരത്തിലാണെങ്കിൽ പോലും അത് ഡൽഹിയിലുണ്ട് എന്നുള്ളതാണ്. ഇടത് പാർട്ടികൾ ഒരു 100 മുതൽ 200 സീറ്റ് വോട്ട് വരെ പിടിക്കുമായിരിക്കും. പക്ഷേ അതും നിർണായകമാണ്. ചില സമയത്ത് അതും നിർണായകമാവും. കഴിഞ്ഞ തവണ ഏതാണ്ട് 3500 വോട്ടുകൾക്ക് താഴെയുള്ള 10 സീറ്റുകളിൽ കൂടുതൽ അവിടെ ഉണ്ട്, ഡൽഹിയിലുണ്ട്. അതെ, ചെറിയ മണ്ഡലങ്ങളാണ്. അപ്പൊ അത്രയും ചെറിയ വോട്ടുകൾ പോലും നിർണായകമാവുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ പലരും പല വഴിക്ക് നിന്ന് മത്സരിക്കുന്നത്. നിർത്താൻ ഒരുപക്ഷെ ഇന്ത്യ സഖ്യം എന്ന രൂപത്തിൽ ഇടത് പാർട്ടികളും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും നേരത്തെ പറഞ്ഞ അംബേദ്കറിസ്റ്റുകളും ഒന്നിച്ച് നിൽക്കാനുള്ള മാനസികാവസ്ഥ അവർ കാണിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ 24 അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 24% വോട്ട് ആം ആദ്മി പാർട്ടിക്ക്, 18% വോട്ട് കോൺഗ്രസിന്. അല്ല, ഈ രണ്ടുപേർക്ക് 2 തരം അഹങ്കാരമാണ്. ഹരിയാനയിൽ കോൺഗ്രസിന്റെ അഹങ്കാരവും ഇവിടെ ആം ആദ്മി പാർട്ടിക്ക് അവരുടെ അഹങ്കാരം അവർ ഡൽഹിയിൽ കാണിച്ചു. അതായത് അവിടെ ഹരിയാനയിൽ അവർ കോൺഗ്രസ് എന്താണോ ആം ആദ്മി പാർട്ടിയോട് കാണിച്ചത് അത് തന്നെ തിരിച്ച് ഡൽഹിയിൽ കാണിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായ കണക്കുകൾ പുറത്തു വരുമ്പോൾ 26 സീറ്റുകളിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു. പക്ഷേ 17 സീറ്റുകളിലേക്ക് ആം ആദ്മി പാർട്ടി മാനേജ് ചെയ്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 17 സീറ്റുകളിലേക്ക് ആം ആദ്മി പാർട്ടി എത്തിയിരിക്കുന്നു. 26 സീറ്റുകളിലാണ് ബി ജെ പി ലീഡ് ചെയ്യുന്നത്. ബി ജെ പി കുറെ കൂടി നില മെച്ചപ്പെടുത്തുകയാണ്. അവർ കുറെ കൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. 17 സീറ്റുകളിലേക്ക് ആം ആദ്മി പാർട്ടിക്ക് വരാൻ അതായത് ഒരു കുറെ കൂടി അടുത്തടുത്ത് നിൽക്കുന്ന ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ്. അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ്. പോസ്റ്റൽ ബാലറ്റ് കഴിഞ്ഞ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൂടെ കടന്നു തുടങ്ങിയിട്ടില്ലേ?
തീർച്ചയായും അവിടേക്ക് വോട്ടിംഗ് മാറുകയാണ്. അതായത് ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞു. 36 മിനിറ്റായി വോട്ടെണ്ണൽ തുടങ്ങിയിട്ട്. ആദ്യത്തെ പോസ്റ്റൽ വോട്ട് പൂർണ്ണമായി എണ്ണിക്കഴിഞ്ഞ് ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണാൻ തുടങ്ങി. വളരെ വേഗത്തിൽ ഇനി ഫലം വന്നു തുടങ്ങും. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് 46 മണ്ഡലങ്ങളിലെ ഫലസൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ 46 മണ്ഡലങ്ങളിൽ നിന്നാണ് ഇപ്പോഴുള്ള കണക്ക് പ്രകാരം 27 സീറ്റുകളിൽ BJPയും 17 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയും ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. കെജ്രിവാളും അതിഷിയൊക്കെ പിന്നിൽ നിൽക്കുമ്പോഴും ആം ആദ്മി പാർട്ടി ഫൈറ്റ് ചെയ്യാണ്. കാരണം 18ലേക്ക് എത്തുന്നു എന്നുള്ളത് ഒരു ഒട്ടും മോശമല്ല. കാരണം ഈ ആദ്യഘട്ടത്തിലെ സൂചന ഗ്യാപ്പ് കുറച്ച് വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ കോൺഗ്രസിന്റെ ഉണ്ട് ഈ ബാദ്ലിയിൽ ഇപ്പോൾ നിലവിൽ ലീഡുണ്ട്. ഒപ്പം ബുരാരിയിൽ ഇനി ഓഖ്ല വരാനുണ്ട്. ഓഖ്ലയിലാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ആസിഫ് മുഹമ്മദ് ഖാന്റെ മകൾ ആരിഫ ഖാൻ മത്സരിച്ചത്. അപ്പോ ഈ മൂന്നിടത്തും ലീഡ് കിട്ടുകയാണെങ്കിൽ അമാനുള്ള ഖാൻ തന്നെയാണ് മുന്നിലുള്ളത്. സേതു പറയാൻ ശ്രമിച്ചൊരു കാര്യം, നമ്മുടെ മുൻ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാന്റെ സഹോദരന്റെ മകളാണ് കോൺഗ്രസിന്റെ പരിചയമുള്ള ഒരാളാണ്. ആം ആദ്മി പാർട്ടി ഓഖ്ലയ്ക്ക് ഭയങ്കര സ്വാധീനമുള്ള സ്ഥലമാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെ ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ ഉള്ള MLA ആണ് അദ്ദേഹം. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. എന്തായാലും ഒരു 18 സീറ്റിലേക്ക്, അതായത് 10 അല്ലെങ്കിൽ 10 താഴേക്ക് പോകുമായിരുന്നു. അതായത് ആദ്യത്തെ അരമണിക്കൂറിൽ 10 താഴെ മാത്രം ഉണ്ടായിരുന്ന ആം ആദ്മി പാർട്ടി ആദ്യത്തെ അരമണിക്കൂർ കഴിയുമ്പോഴേക്കും 18 സീറ്റുകളിലേക്ക് ലീഡ് 20ലേക്ക് വന്നു. 19 സീറ്റുകളിലേക്ക് ലീഡ് ഉയർത്തിയിട്ടുണ്ട്. 19 സീറ്റുകളിലേക്ക് ആം ആദ്മി പാർട്ടി ലീഡ് ഉയർത്തിയിട്ടുണ്ട്. 27 സീറ്റുകളിലാണ് ഇപ്പോൾ BJP ലീഡുള്ളത്. അതായത് കുറെ കൂടി ദൂരം അടുപ്പിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, 74% വരുന്ന ജനങ്ങൾ, ഡൽഹിയിലുള്ള ജനങ്ങൾ എന്ന് പറയുന്നത് അവർ ഗലികളിലും ജുഗ്ലികളിലും മടങ്ങി വരാം. ഇപ്പോൾ ശരത് ലാൽ കൂടിയുണ്ട് ഡൽഹിയിൽ നിന്ന്. ശരത്, ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? 22 സീറ്റിലേക്ക് ആം ആദ്മി പാർട്ടി തങ്ങളുടെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ ആം ആദ്മി പാർട്ടി തിരിച്ചു വരുന്ന ഒരു ചിത്രമുണ്ട്. എന്നാലും BJP തന്നെയാണ് 31 സീറ്റിൽ BJP മുന്നിലാണ്. ഏതായാലും ഗ്യാപ്പ് ആം ആദ്മി പാർട്ടി തപാൽ വോട്ടിൽ നിന്ന് ഇലക്ട്രോണിക് മെഷീനിൽ വന്നപ്പോൾ ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതനുസരിച്ച് ആം ആദ്മി പാർട്ടി ഓഫീസുകളിൽ 22-31 അതെ 22 സീറ്റിലെത്തി 31 BJPയും ലീഡ് ചെയ്യുന്നു. ഇതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നത്. സേതുലക്ഷ്മി. ശരി ശ്രീജിത്ത്, ലിജോ, അതായത് 22-31 എത്തിയിരിക്കുന്നു. ഗ്യാപ്പ് കുറച്ച് വരുന്നുണ്ട് ആം ആദ്മി പാർട്ടി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൂടി എണ്ണി തുടങ്ങുമ്പോൾ. തീർച്ചയായും BJPയെ സംബന്ധിച്ചിടത്തോളം BJP ആദ്യഘട്ടത്തിൽ പ്രതീക്ഷ, അല്ലെങ്കിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇന്ന് രാവിലെ 8 മണിക്ക് മുൻപ് വരെ ഉണ്ടായിരുന്ന അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് 55 സീറ്റുകളാണ്. ഏതാണ്ട് അത്രയും സീറ്റുകൾ നേടാം എന്നുള്ളൊരു പ്രതീക്ഷയാണ്. 36 സീറ്റുകൾ മതി. പക്ഷേ ഒരു 55 സീറ്റൊക്കെ വന്ന് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ലീഡോട് കൂടി ഭരിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സൂചന വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആം ആദ്മി പാർട്ടിയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളത്. അത്ര എളുപ്പത്തിൽ കീഴടങ്ങുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും ഈ മനീഷ് സിസോദിയയും അതിഷി സിംഗും കെജ്രിവാളും പിന്നിൽ എന്നുള്ളത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ പ്രതിരോധം അവർക്ക് ഉണ്ടാകും. കാരണം ഒരുപക്ഷെ ലീഡ് എടുത്ത് വന്നാൽ പോലും ഇവർ പിന്നിലാണെങ്കിൽ അതിനെ BJP എങ്ങനെ ഹൈജാക്ക് ചെയ്യുന്നു കൂടി. കാരണം കെജ്രിവാൾ ഇല്ലാതെ ആം ആദ്മി പാർട്ടി ഇല്ല. നാഥനില്ലാത്ത കളരിയായി പോകും. സ്വാഭാവികമായും അത് മാത്രമല്ല, ഇപ്പോൾ അവരുടെ സ്ട്രക്ചർ വെച്ച് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളാണ്. കെജ്രിവാൾ ജയിലിലോ അല്ലെങ്കിൽ മറ്റെന്തോ ആണെങ്കിൽ മനീഷ് സിസോദിയാണ്. ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് ഈ വിശ്വസിച്ച് പാർട്ടി ഏൽപ്പിക്കാവുന്ന ഒരാൾ അതിഷിയോ അത്രയൊക്കെ ഉള്ള ആളുകളെ ഉള്ളൂ. കൈലാഷ് ഗെഹ്ലോട്ട് പോയി, സ്വാഭാവിക, അതേപോലെ തന്നെ മറ്റുള്ള സോംനാഥ് ഭാരതി ജയിലിലും മറ്റുമാണ്. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ എല്ലാം കേസുകൾ ഉണ്ടാവുകയും അവർ ജയിലിൽ പോവുകയൊക്കെ ചെയ്യുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അതിന് താഴെ തട്ടിലേക്ക് പിന്നെ അധികം ആളുകളില്ല, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളില്ല. തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തൊരു പാർട്ടി നിലയ്ക്ക് അത് മാറേണ്ടി വരുന്നൊരു കാര്യമുണ്ട്. പ്രശാന്ത് ഭൂഷണെ പോലുള്ള ആളുകളൊക്കെ നേരത്തെ തന്നെ അവർ പാർട്ടി, അതായത് അഭിപ്രായം പറയുന്ന ആളുകളൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ പാർട്ടിക്ക് ആ പാർട്ടിയുടേതായ മറ്റു ഉള്ള ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള പാർട്ടികളുടെ എല്ലാ സ്വഭാവമുള്ള അത്തരത്തിൽ പ്രശ്നങ്ങളുള്ള ഒരു പാർട്ടി കൂടിയാണ്. അപ്പോഴാണ് കെജ്രിവാളിനെ പോലുള്ള ആള്, മനീഷ് സിസോദിയെ പോലുള്ള ആളുകളൊക്കെ പിന്നിലാവുകയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഈസിയായി, ഒരു പക്ഷേ ഈ ലീഡിൽ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ BJPക്ക് ഈസിയായി മാനേജ് ചെയ്യാവുന്ന 30 സീറ്റുകളിലേക്ക് BJP 30 സീറ്റുകളിലേക്ക് BJP 30ലേക്ക് കടക്കുകയാണ്. അതായത് 30 സീറ്റുകളിൽ BJP
അതെ, കുറെ കൂടി മെച്ചപ്പെട്ട ലീഡിലേക്ക് വരുന്നു. 6 സീറ്റുകൾ കൂടി ഉണ്ടെങ്കിൽ BJPക്ക് അവിടെ കേവല ഭൂരിപക്ഷമാവും. 6 സീറ്റുകൾ ശരി കൂടി ശരി lead വന്നാൽ ലിജോ കേവല ശ്രീജിത്ത് ഭൂരിപക്ഷം. മടങ്ങിയെത്താം, രണ്ടുപേരിലേക്ക് മടങ്ങിയെത്താം. ശരത് ലാൽ കൂടിയുണ്ട് ഡൽഹിയിൽ നിന്ന്. ശരത്ത്, ഈ എക്സിറ്റ് പോളൊക്കെ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ എത്തിച്ചേരുമോ എന്നാണ്? 30 സീറ്റുകളിലേക്ക് ലീഡ് ഉയർത്തിയിരിക്കുന്നു BJP. ശ്രീലക്ഷ്മി, ഇത് ലീഡ് BJPയുടെ കൂടിയിട്ടുണ്ട്. 32ലേക്ക് BJP ലീഡ് ഉയർത്തിയിട്ടുണ്ട്. 25ലേക്ക് ആം ആദ്മിയുടെ ലീഡ് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആം ആദ്മി പാർട്ടി ഓഫീസിൽ നിന്ന് പിന്നെ നമ്മളെ സംബന്ധിച്ചോളം ആം ആദ്മി പാർട്ടി ഓഫീസിൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. ഇവിടെയുള്ള വാർ റൂം കെജ്രിവാളിന്റെ വസതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വാർ റൂമിലുള്ള വ്യക്തികൾ, നേതാക്കൾ ഒക്കെ കെജ്രിവാളിന്റെ വസതിയിലേക്ക് പോയിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടി ഓഫീസിൽ നിന്ന്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം 32 സീറ്റിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ആം ആദ്മി പാർട്ടി 25 സീറ്റിലും അതേപോലെ 1 സീറ്റിൽ കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. ഇതാണ് ഏറ്റവും പുതുതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ശരത്ത്, അപ്പോഴും പ്രമുഖ നേതാക്കളെല്ലാം പിറകിലാണ്. അരവിന്ദ് കെജ്രിവാൾ, അതിഷി മല്ലിൻ, മനീഷ് സിസോദിയ, സത്യേന്ദ്ര ജെയിൻ മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത് പ്രമുഖരിൽ. ഇത് തന്നെയാണ് ഇവിടെ മ്ലാനത പരത്തിയിരിക്കുന്നത്. എന്നാലും ആം ആദ്മി പാർട്ടി എക്സിറ്റ് പോളിൽ കണ്ടതിനേക്കാൾ കൂടുതൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നു എന്നതാണ് ഇപ്പോഴുള്ള ട്രെൻഡുകൾ കണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്നാൽ കെജ്രിവാളിന്റെയും അതേപോലെ മനീഷ് സിസോഡിയുടെയും അതിഷിയുടെയും ഒരു പിറകോട്ട് പോക്ക് വളരെ വലിയ തിരിച്ചടി തന്നെയാണ്. ഈ അതിഷിയും ഈ ട്രെൻഡ് തുടരുകയും കെജ്രിവാളിന് തോൽവിയും ന്യൂഡൽഹിയിൽ വരികയുമാണെങ്കിൽ, തോൽവി ഏറ്റുവാങ്ങുകയാണെങ്കിൽ ഈ പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. കാരണം എത്ര പേരെ പിന്നെ പിടിച്ചു നിർത്താൻ കഴിയും? ഈ ആം ആദ്മി പാർട്ടിയിലെ MLA-മാരെ, ജയിച്ചു വരുന്ന MLA-മാരെ എത്ര പേരെ പിടിച്ചു നിർത്താൻ കഴിയും എന്നത് നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഏതായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ട്രെൻഡ് വെച്ച് നമുക്ക് പറയാം BJP ഡൽഹിയിലേക്ക് അധികാരത്തിൽ എത്തുന്നു എന്ന് വേണം നമുക്ക് പറയാം. അത് ഭൂരിപക്ഷം ഉണ്ടായാലും അല്ലെങ്കിൽ ഭൂരിപക്ഷം ലഭിച്ചതിനോട് അടുത്തായാൽ പോലും BJP ഭരണം ഉറപ്പാക്കുമെന്ന രീതിയിലാണ്. കാരണം കെജ്രിവാളും അതേപോലെ മനീഷ് സിസോഡിയും ഒക്കെ പിറകിലേക്ക് പോകുന്ന ഒരു അവസരത്തിൽ, കാരണം ജനങ്ങളിൽ കെജ്രിവാൾ 26,000 വോട്ടിന് ന്യൂഡൽഹിയെ പോലെ ചെറിയ മണ്ഡലത്തിൽ വിജയിച്ചതാണെന്ന് നമുക്ക് ഓർക്കണം. വളരെ വലിയ ജനപിന്തുണയുണ്ട്. കഴിഞ്ഞ ദിവസം പോലും സ്വന്തം അമ്മയെയും അതേപോലെ തന്നെ കുടുംബത്തോടൊപ്പം വോട്ട് ചെയ്യാൻ പോയപ്പോൾ നിരവധി പ്രവർത്തകരാണ് അത് കാണാനെത്തിയത്. സ്വാഭാവികമായിട്ടും ഇത്തരമുള്ളൊരു കെജ്രിവാൾ പിറകിലോട്ട് പോകുക, അല്ലെങ്കിൽ ദേശീയ കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ കെജ്രിവാൾ പിറകിലോട്ട് പോകുക എന്നത് ആപ്പിനെ സംബന്ധിച്ചോളം ആം ആദ്മിയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു മുഖ്യമന്ത്രിയായിരുന്നല്ലേ, മുഖ്യമന്ത്രിയെക്കാട്ടും വലിയൊരു നേതാവാണ്, ആപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് കെജ്രിവാൾ. അദ്ദേഹത്തിന്റെ പിറകോട്ട് പോക്ക് ഇപ്പോഴും BJP സ്ഥാനാർത്ഥി തന്നെയാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. കോൺഗ്രസിൽ ഒരു കാര്യം നമുക്ക് പ്രത്യേകം പറയേണ്ടി വരും. സന്ദീപ് ദീക്ഷിത് എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ഇവിടെ കെജ്രിവാളെ പിറകിൽ പോകുന്നതിന്റെ പിന്നിൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കോൺഗ്രസ് ഇവിടെ വോട്ടിംഗ് ഷെയർ കൂട്ടിയിട്ടുണ്ട്, സന്ദീപ് ദീക്ഷിത്തിന് വോട്ട് കൂടുന്നുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഡൽഹി തെരഞ്ഞെടുപ്പ് അതിന്റെ ക്ലൈമാക്സിലേക്ക് പോവുകയാണ്. തുടക്കത്തിൽ തന്നെ BJP നേടിയ ലീഡ് നില, പോസ്റ്റൽ വോട്ടിൽ നേടിയ ലീഡ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടിംഗ് എണ്ണിത്തുണை പോലും നിലനിർത്തുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ആപ്പാവട്ടെ, ആം ആദ്മി പാർട്ടി ആവട്ടെ, എക്സിറ്റ് പോളിൽ തകർന്നടിഞ്ഞ ആം ആദ്മി പാർട്ടി പക്ഷേ അത്ര തകർന്നടിഞ്ഞില്ല. ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നുണ്ട്. തങ്ങളുടെ നേതാക്കൾ, നമ്മളെ കപ്പിത്താൻ ക്യാപ്റ്റന്മാർ പിറകിലാണെങ്കിൽ പോലും സാധാരണ സ്ഥാനാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ശരി,